കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഞാൻ പറയും ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള ഒരു പത്രം, ഏറ്റവും കൂടുതൽ TRP ഉണ്ടായിരുന്ന ഒരു ടെലിവിഷൻ, ഞാൻ പറയും ഒറ്റയാളാണ്, ധ്രുവ് റാത്തി എന്നുള്ളൊരു വ്യക്തിയായിരുന്നു. നമ്മുടെ നാട്ടിലൊരു പഴഞ്ചനുണ്ട്, മോന്തായം വളഞ്ഞാൽ മൊത്തം വളയെന്ന് പറഞ്ഞ പോലെ. പ്രൈം മിനിസ്റ്റർ പാർലമെന്റിനോട് അക്കൗണ്ടബിൾ അല്ലെങ്കിൽ എന്തിനും ഞങ്ങൾ അക്കൗണ്ടുകളാകണമെന്ന് ഓരോ ഇൻഡിവിജ്വൽ മിനിസ്റ്റേഴ്സും ചിന്തിച്ചു പോകുന്നു. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഒരുപക്ഷെ സഭയിൽ പൂർണ്ണസമയം ഇരുന്ന ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള ഒരു മാതൃകകൾ നമുക്കില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ഒരു അമിത പ്രതീക്ഷ വെച്ചു പുലർത്താൻ കഴിയില്ല എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഡെമോക്രസി, എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം, ഇത് റിസ്റ്റോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഞാനൊരു പെർപ്പച്വൽ ഓപ്റ്റിമിസ്റ്റാണ്. എനിക്ക് എൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴും വരുന്നൊരു കാര്യമുണ്ട്. അതായത് ഇത് കേവലം ഈ 4 നെടുന്തൂണുകൾ മാത്രം വിചാരിച്ചാൽ കഴിയുന്നൊരു കാര്യമല്ല. ഇപ്പം നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഇതിനകത്ത് റോളില്ല എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും റോളുണ്ട്. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റോളുണ്ട്, എന്തിനേറെ ഒരു ഉദ്യോഗസ്ഥന് റോളുണ്ട്, ഒരു വിദ്യാർത്ഥിക്ക് റോളുണ്ട്, ഒരു അധ്യാപകന് റോളുണ്ട്, ഒരു കോളേജിന് റോളുണ്ട്. നമ്മുടെ ഡെമോക്രസി നിലനിൽക്കുന്നത് കേവലപരമായിട്ടുള്ള നെടുന്തൂണുകളിൽ മാത്രമല്ല, ഒരുപാട് ആയിരക്കണക്കിന് കൊച്ചു 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 സ്ഥാപനങ്ങളിലാണ്. ഒരു കോളേജ് തലയുയർത്തി നിൽക്കുമ്പോൾ അത് ഡെമോക്രസിയെ പരിപോഷിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന എൻ്റെ കൂടി സ്ഥാപനമായിട്ടുള്ള ആ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഒരു ചെറിയ പ്രതിഷേധത്തിൻ്റെ ജ്വാല പോലും നമ്മുടെ ഭരണാധികാരികളെ അലോസരപ്പെടുത്തുന്നതിൻ്റെ കാരണം എന്താണ്? അതിന് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതുകൊണ്ടാണ്. ഉദാഹരണം പറഞ്ഞാൽ ഡൽഹി റൈറ്റ് കേസിൽ 5 വർഷം മുമ്പുള്ള റൈറ്റ് കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ഇന്നും ജയിലിൽ കഴിയുന്ന 5 വർഷം 6 വർഷമായി ജയിലിൽ കഴിയുന്ന 2 വിദ്യാർത്ഥികളുണ്ട്, ഉമർ ഖാലിദും ഷർജീലും. ആ 2 പേര് JNU വിദ്യാർത്ഥികളായിരുന്നു. ഒരുപക്ഷെ 15, 18, 20 വർഷം മുമ്പ് ഞാൻ ജവഹർലാൽ നെഹ്റു കോളേജിൽ ചർച്ച ചെയ്ത അതേ വിഷയങ്ങൾ അതേ രൂപത്തിൽ ചർച്ച ചെയ്തതിനാണ് ഒരുപക്ഷെ അവർ ഇന്ന് തീഹാർ ജയിലിൽ കഴിയുന്നത്. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ ഒരു പ്രസക്തിയുണ്ട്. ഇത് കേവലപരമായിട്ടുള്ള നെടുന്തൂണുകളുടെ മാത്രം ഉത്തരവാദിത്വമല്ല. ഒരുപക്ഷെ ഈ ഒരു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ, മാതൃഭൂമി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ അവകാശവും ഉത്തരവാദിത്വവും ഒരുപോലെ അടിവരയിടാനുള്ള ഒരു സർഗോത്സവമാണെന്ന് കൂടി ഞാൻ അടിവരയിട്ട് പറയട്ടെ.